ഹാസനിൽ നിന്നുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഹാസനിൽ നിന്ന് മൈസൂർ വഴി ബാംഗ്ലൂർ പോകുന്നൊരു വീഡിയോ ആണ്. കുവൻപു എക്സ്പ്രസ്സിനും പിന്നെ മൈസൂർ തൂത്തുക്കുടി എക്സ്പ്രസ്സിനും എന്നുള്ളൊരു യാത്രയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഹാസൻ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു അടിപൊളിയൊരു മരമുണ്ട്. നല്ല വലിയൊരു മരമാണ്. ആ മരം അവിടെ നിൽക്കുന്നതാണ് തന്നെ നല്ല ഭംഗിയാണ്. ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗമൊക്കെ ഒരു വെട്ടിക്കളഞ്ഞ്, പക്ഷെ എന്നാലും നല്ല തണൽ കയറുന്നുണ്ട്. ഞാൻ യശ്വന്ത്പൂരിൽ തന്നെ മൈസൂർക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു. അതായത് യശ്വന്ത്പൂരിൽ മൈസൂർക്ക് ടിക്കറ്റ് എടുത്തും UTSൽ അടിച്ചു കൊടുത്തിട്ട് ഹാസൻ വഴി നമ്മൾ സെലക്ട് ചെയ്യാൻ. അത് ഓരോ വഴി കാണിക്കും ഏത് വഴിയാണെന്ന്. അപ്പം യശ്വന്ത്പൂർ ഹാസൻ വഴി മൈസൂർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് 110 രൂപയാണ് യശ്വന്ത്പൂർ ടു മൈസൂർ. ഈ ഹാസനിലെ ഒരു പെട്രോൾ സൈഡിങ് ഉണ്ട്. അതായത് HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഒരു സൈഡിങ് ഉണ്ട്. അതായത് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഈ BTPN ഈ ടാങ്കറുകളുണ്ടല്ലോ, അതൊക്കെ എപ്പോൾ നോക്കിയാലും ഇവിടെ ഹാസൻ സ്റ്റേഷനിൽ കാണും. ഇതിപ്പം രാവിലെ എങ്ങാണ്ട് വന്നതാണെന്ന് തോന്നുന്നു, ഇത് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഈ BTPN ഫ്രൈറ്റിൻ്റെ അതിനകത്ത് പെട്രോൾ ഉണ്ടോ ഇല്ലയോ, അതായത് ലോഡഡ് ആണോ എംറ്റി ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ താഴെ ഒരു ലിവർ പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. ആ ഇൻഡിക്കേഷൻ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ, അതായത് ആ എംറ്റിയുടെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ ഇത് എംറ്റി ആണ്. ഈ സാധനം ഈ ഫ്ലൈറ്റ് മൊത്തം എംറ്റി ആണ്, അതിനകത്ത് പെട്രോൾ ഒന്നും ഇല്ലെന്നാണ് അർത്ഥം. അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ലോഡഡ് എന്നാണ് അർത്ഥം. നമ്മുടെ കുവൻപു എക്സ്പ്രസ് 1 കരുതിയിരിക്കുകയായിരുന്നു, പക്ഷേ 2 വരുന്നത്. 1 മറ്റേ മൈസൂർ ഷിമോഗ എന്ന വണ്ടിയുണ്ട്, അപ്പോൾ 2 പോയാൽ ഇനി. അതാ നമ്മുടെ തലകുപ്പ മൈസൂർ കുവൻപു എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. നമുക്ക് വേഗം കയറാൻ. കണ്ടോ, മൈസൂർ തലകുപ്പ കുവൻപു എക്സ്പ്രസ്. അപ്പോൾ ഇത് ഫുള്ള് ജനറൽ ഉള്ളൊരു ട്രെയിനാണ്, ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അങ്ങ് മുന്നിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കൊണ്ട് കുറച്ച് പുറകിൽ വന്നാൽ കയറി ഓടിപ്പിടിച്ച് വന്ന് കയറി. കൊള്ളാൻ കേട്ടോ, നല്ല വണ്ടിയാണ്. അങ്ങനെ വലിയ കച്ചറയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജനറൽ ക്ലാസ്സാണ്. ഇത് രാവിലെ തലകുപ്പയിൽ നിന്ന് എടുക്കുന്നതാണ്. എൻ്റെ ഉച്ചയ്ക്ക് 3:30 ആകുമ്പോൾ ഇത് മൈസൂർ എത്തും. അങ്ങനെ ഹാസനെയും നമ്മൾ വിട്ട് ഇനി നേരെ മൈസൂർ ഭാഗത്തോട്ട് പോവാണ്. ഞാൻ ഈ പോകുന്ന വഴിയൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. നമ്മൾ വന്ന വഴിയാണെങ്കിലും ഞാൻ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഹാസൻ നിന്ന് മൈസൂർ പോകുന്ന റൂട്ടും ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അങ്ങേ അറ്റത്തെ ട്രാക്ക് സകലേഷ്പൂർ സുബ്രഹ്മണ്യം പോകുന്നത്. ഈ രണ്ടാമത്തെ ട്രാക്ക് ഞാൻ പറഞ്ഞ കരുത്ത് BTPN സൈഡിങ് ആണെന്നുണ്ടത്, മറ്റേ പെട്രോൾ ടാങ്കറൊക്കെ കൊണ്ടുപോകുന്നൊരു ട്രാക്കാണെന്ന് പറഞ്ഞില്ലേ, ആ ട്രാക്കാണ് കാണുന്നത്. ഹാസൻ ഇലക്ട്രിഫിക്കേഷൻ ആണെങ്കിലും പക്ഷേ ഈ മൈസൂർ വന്ന റൂട്ടൊക്കെ അവർ കുഴി കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. പോള് വെക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോളുണ്ട്, പക്ഷെ ഇടയ്ക്ക് കുഴിയുണ്ട്. ഭംഗിയുണ്ടോ ഈ റൂട്ട്. തനി നാട്ടിൻ പ്രദേശം പോലെയാണ്. ഫുള്ള് കൃഷി, എന്താ പറയുക, അടയ്ക്ക, പിന്നെ തെങ്ങ്, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് ഇവിടെ. ആദ്യത്തെ സ്റ്റോപ്പാണ് ഹാസൻ മാവിൻ കേര് എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഈ റൂട്ടിൽ കൂടെ കുറേ ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ പോകുന്നുണ്ട്. ഈ മൈസൂറിന് നോർത്ത് ഭാഗത്തോട്ട് പോകുന്ന ഒന്ന് മൈസൂർ ദാദർ ശരാവതി എക്സ്പ്രസ്, പിന്നെ ഒരു മൈസൂർ നിസാമുദ്ദീൻ, ഒരു സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്, അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഈ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. കാരണം ഇത് അർസികേരെ പോകാൻ വേണ്ടിയുള്ള എളുപ്പവഴിയല്ലേ. ഈ ബാംഗ്ലൂർ വഴി ചുറ്റി പോകുന്നതിലും ഭേദമായിട്ട് മൈസൂർ നേരെ ഹാസൻ വഴി അർസികേരെ പോകാമല്ലോ, അതല്ല എളുപ്പം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ അക്വിഡക്റ്റ് ഉണ്ട്, 2 ഉണ്ട്. ഇത് ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം അപ്പുറത്തും ഉണ്ട്. കനാലിൽ കൂടെ ഒഴുകുന്ന വെള്ളമൊക്കെ ഉണ്ട് ഇതേപോലെ അതിനകത്തൂടെ പോകുന്നത്. ഈ റൂട്ടിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റൂട്ടിൽ നമ്മൾ നേരത്തെ വന്ന റൂട്ടൊക്കെയാണ് സ്പീഡ് അധികമില്ല. ഒരു 70-80 kmph ട്രെയിൻ പോകുന്നുള്ളൂ. പിന്നെ സിംഗിൾ ലൈനാണ്,
സിംഗിൾ ലൈനാണ്. ഇലക്ട്രിഫിക്കേഷൻ മറ്റേ റൂട്ടിന് അത്ര ആയിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ പോൾസൊക്കെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ സ്ഥലം നിന്നുണ്ട്. ഹോലെ നരസിപ്പൂർ ഈ സ്റ്റേഷൻ്റെ പേര് കേട്ടോ. മെയിൻ റോഡിന് അടുത്ത് തന്നെയാണ് ഈ സ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ട് അവിടെ താഴെ തൊട്ട് താഴെ മെയിൻ റോഡാണ്. അധികം നേരം നിർത്തിയൊന്നും എടുത്തൊന്നുമില്ല. വണ്ടി വന്ന ആള് കയറിയാൽ തന്നെ അപ്പോൾ വിടുന്നതാണ്. ആ വീടുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് ബുക്കിലൊക്കെ വരച്ചോണ്ടിരുന്ന വീടില്ല, അതേപോലെ ഉണ്ട് കാണാം അല്ലേ. യശ്വന്ത്പൂരിന് ഹാസം വന്ന റൂട്ടിനെക്കാട്ടും കൊള്ളാം ഈ ഹാസം നിന്ന് മൈസൂർ വന്ന റൂട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഓരോ നെൽപ്പാടങ്ങളും പിന്നെ ആ തെങ്ങും പിന്നെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ആ സ്റ്റേഷന്റെ ബിൽഡിങ്ങിലുണ്ട് എന്തോ ഒരു ഇംഗ്ലീഷ് ടച്ചാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഇന്ത്യൻ സ്റ്റൈലല്ല, എന്തോ ഒരു ഭംഗിയുണ്ടല്ലേ അതിനെ നോക്കി. ഇത്ര നേരം 2 പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമുള്ള ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ബീരഹള്ളി ഇന്ത്യൻ റെയിൽവേസ് എന്ന ഒരു കസേര എഴുതിയിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ഫോണ്ട് കിടു അടിപൊളിയല്ലേ. ഈ സ്റ്റേഷന്റെ പേര് കണ്ടോ, ഹൊസ അഗ്രഹാര എന്തോ അല്ലേ, ഹൊസ അഗ്രഹാര എന്തൊക്കെ പേരല്ലേ. നല്ല വലിയ വലിയ മരങ്ങളാണ് സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഹൊസ അഗ്രഹാര. പിടിച്ചിട്ടു ഗൈസ്, പിടിച്ചിട്ടു. അനങ്ങുന്നില്ല. 10 മിനിറ്റായി. എന്താണെന്നൊരു പിടിയില്ല. നമ്മുടെ വണ്ടിയുടെ ലോക്ക് ഉണ്ട്. ബ്ലീഡ് ബ്ലൂ നിറത്തിലുള്ള ഒരു കൃഷ്ണരാജപുരം ഷെഡിന്റെ WDP4 ലോക്കോമോട്ടീവ് ആണ്. WDP4D അല്ല, ഇത് 4 ആണ്. WDP4D ഇറങ്ങുന്നതിന് മുമ്പുള്ള ഐറ്റമാണിത്. ഈ വണ്ടി മൈസൂർ പോയിട്ട് ചാമരാജ് നഗറിലേക്കും പോകും. ഇപ്പോൾ ചാമരാജ് നഗർ മൈസൂർ പാസഞ്ചറാണ്. മൈസൂർ തൽഗുപ്പ കോംപു എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആവാറായി. അനങ്ങുന്നൊന്നുമില്ല വണ്ടി. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഒരു അനക്കവും ഇല്ല വണ്ടിക്ക്. അവിടെ ഇങ്ങോട്ട് വരുന്ന മൈസൂർ താലഗുപ്പ കുവംപു എക്സ്പ്രസ് ഉണ്ട്, പക്ഷെ അത് 2 സ്റ്റേഷൻ അപ്പുറമാണ്. ഇതെന്താണെന്ന് അറിയത്തില്ല. അത് വരാനൊന്നും അല്ല, എന്താണെന്നൊരു പിടിയില്ല. കുറേ നേരമായി. ഇവിടെ എന്തിനാണോ അരമണിക്കൂർ കൊണ്ട് പിടിച്ചിട്ട് വണ്ടി ഇപ്പം എടുത്ത് ഭാഗ്യം. ഇവിടെ ട്രാക്കിലുണ്ടെന്ന് പുതിയതായിട്ട് മെറ്റൽ കൊണ്ടിട്ടാണ്. പഴയ മെറ്റൽ മാറ്റിയിട്ട് അത് ഭയങ്കര പൊടിയാണ്. ഒടുക്കത്തെ പൊടി. ട്രെയിനകത്തിരുന്ന് എല്ലാവരുടെയും ദേഹത്ത് പൊടി, എൻ്റെ ഫോണിലും പൊടിയായി. നമുക്ക് പൊടിയും പറപ്പിച്ച് പോവാ. കാവേരി നദിയാണ് നമ്മളിപ്പോൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടിപൊളി ഇഷ്ടംപോലെ വെള്ളമുണ്ട് കാവേരി നദിയിൽ. നമ്മുടെ വണ്ടിയുടെ പേര് കുവംപു എക്സ്പ്രസ് എന്നല്ലേ. ഈ കുവംപു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ കർണാടകത്തിലൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കുപ്പാളി വെങ്കടപ്പ പുട്ടപ്പാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് കുവംപു എന്ന് പറയുന്നത്. അദ്ദേഹത്തോടുള്ളൊരു ബഹുമാന സൂചകമായിട്ടാണ് തോന്നുന്നത് ഈ ഒരു ട്രെയിനിന് കുവംപു എക്സ്പ്രസ് എന്ന ഒരു പേര് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണരാജ നഗര എന്നൊരു സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ടൗണാണ് കൃഷ്ണരാജ നഗര. ഇവിടെ ഫുള്ള് മറ്റേ ട്രാക്കിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിഫിക്കേഷൻ വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് കിടക്കുന്നത്. ഈ ആൽക്കോ ലോക്കോമോട്ടീവ്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടില്ല കൃഷ്ണരാജ നഗർ സ്റ്റേഷനിൽ വെച്ചിട്ട്. അപ്പോൾ അതൊന്നും ഇനി യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞൊരു ഓർഡറൊക്കെ വന്നിട്ടുണ്ട് റെയിൽവേ ബോർഡിൻ്റെ. അത് യൂസ് ചെയ്ത് നിർത്തണമെന്നോ
അത് യൂസ് ചെയ്യുന്നത് കുറയ്ക്കണമെന്നോ മറ്റേ HHP ലോക്കോമോട്ടീവ്സ് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു സർക്കിളിലൊക്കെ ഇറങ്ങിയായിരുന്നു കണ്ടായിരുന്നു. നമ്മളിപ്പോൾ സാഗർ കട്ടേ എന്ന സ്റ്റേഷനിലെത്തിയിരിക്കും. ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല കണ്ടോ, അപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ട്. അത് മറ്റേ കുവംപു എക്സ്പ്രസ് ആണ്, മൈസൂർ താൽപ്പിപ്പ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ അടുത്തോടാണ്. കൃഷ്ണരാജസാഗര എന്ന ഡാമാണ്. ഈ ഡാമാണ് ബാംഗ്ലൂരിലേക്കും പിന്നെ മാണ്ഡ്യ, മൈസൂർ ഭാഗത്തേക്കൊക്കെ വെള്ളം നൽകുന്ന, കാവേരി നദിയിൽ നിന്ന് വെള്ളം നൽകുന്ന ഒരു ഡാമാണ്. അപ്പോൾ ഈ നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷ്മണ തീർത്ഥം എന്നൊരു നദിയാണ്. ഈ നദി ശരിക്കും കാവേരി നദിയുടെ ഒരു ട്രൈബ്യൂട്ടറി ആയിട്ട് വരും. അപ്പോൾ നമ്മളത് കടന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും റിസർവോയറാണ്, വെള്ളമാണ്. അപ്പോൾ ഇവിടെ അടുത്തായിട്ടാണ് കൃഷ്ണരാജസാഗര ഡാം വരുന്നത്. നമ്മൾ മൈസൂർ എത്താറായി. മൈസൂരിന് തൊട്ട് മുമ്പുള്ളൊരു സ്ഥലമാണ് ബേലഗുള എന്ന സ്റ്റേഷൻ്റെ പേര്. ഇവിടെ കണ്ടോ 1, 2, 3, 4, 5 ട്രാക്കുള്ളൊരു സ്റ്റേഷനാണ്. നമ്മൾ ഈ ഇത്രയും നേരം വന്നതിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേഷൻ ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, ഈ വലിയ സ്റ്റേഷൻ അടുത്തുള്ള സ്റ്റേഷനിൽ ഇതേപോലെ ഓരോ റേറ്റും കോച്ചൊക്കെ കൊണ്ടിടുന്നത്. ഇത് കുറേ മിക്സഡായിട്ടുള്ള കോച്ചാണ്. ഒരു ഫസ്റ്റ് ക്ലാസ്, പിന്നെ 2 ടയർ ഇതുണ്ട്, പഴയ 2 ടയർ കോച്ച്, പിന്നെ 2 ടയർ അല്ല, ഇതെല്ലാം 2 ടയറാണ്. 2 ടയറും 3 ടയറും എല്ലാം നമ്മുടെ പഴയ നീല നിറത്തിലുള്ള കോച്ചുണ്ട്. ഇതൊക്കെ എനിക്കൊന്ന് സ്ക്രാപ്പ് ആവാറായ കോച്ചുകളായിരിക്കും. സമയം ഉച്ച കഴിഞ്ഞിട്ട് 3:30 ആവാറായി. നമ്മൾ മൈസൂർ ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഇന്നിപ്പോൾ മൈസൂരിൽ വന്ന വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് മൈസൂർ വരുന്നത്. ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതാണ് മൈസൂർ സ്റ്റേഷൻ. വൃത്തികര, അതായത് ക്ലീൻലിനെസ്സിന് ഭയങ്കര പേര് കേട്ടൊരു സ്റ്റേഷനാണ് മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റേഷനാണ്. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മെയിനായിട്ട് 3 ലൈനാണ് തിരിയുന്നത്. ഒന്ന് ചാമരാജ് നഗറിലേക്കും, നഞ്ചങ്കോട് വഴി ചാമരാജ് നഗർ, പിന്നെ നമ്മൾ വന്ന വഴി ഹാസൻ, പിന്നെ ബാംഗ്ലൂർ ലൈന്. അങ്ങനെ 3 ലൈൻ തിരിയുന്നൊരു മെയിൻ സ്റ്റേഷനാണ് കർണാടകത്തിലെ മൈസൂർ ജംഗ്ഷൻ. ഞാൻ പറഞ്ഞല്ലേ, വൃത്തിക്ക് ഭയങ്കര പേര് കേട്ട സ്റ്റേഷനാണ്. അവർ ട്രാക്കൊക്കെ കഴുകുന്നുണ്ട് മെഷീൻ വെച്ചിട്ട്. നോക്കിയേ, എന്താ അല്ലേ, വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മറ്റേ വാഷർ ഉണ്ടല്ലോ, പ്രഷർ വാഷർ വെച്ചിട്ട് അവർ ട്രാക്ക് കഴുകുകയാണ്. മൈസൂരിന്ന് മയിലാടുതുറ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ, അങ്ങോട്ടേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ട്രെയിനാണ് കിടക്കുന്നത്. അത് വൈകിട്ട് 4 മണിന് എടുക്കും. പിന്നെ ഈ മൈസൂർ സ്റ്റേഷൻ്റെ ഒരു ഹൈലൈറ്റ് എടുത്തേണ്ട ആ കാണുന്നൊരു ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു കെട്ടിടം എന്താ ലുക്കല്ലേ. നമുക്ക് പുറത്തൂടെ പോയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ മൈസൂരിൽ റെയിൽവേ റിട്ടയർ റൂംസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഓൺലൈൻ ഒന്നും കാണിക്കത്തില്ല. ഇവിടെ വന്ന് ഡയറക്റ്റ് ബുക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഓൺലൈൻ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതാണ് എക്സിറ്റ് നേരെ ഇറങ്ങിപ്പോകുമ്പോഴേക്കും തന്നെ അവിടെ അങ്ങേറ്റത്ത് വെൽക്കം ടു മൈസൂരു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മൈസൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയില്ല കാണാൻ, പുറത്തൂടാണെങ്കിലും അകത്തൂടാണെങ്കിലും സൂപ്പറാണ്. ഈ ഒരു ബിൽഡിംഗ് ആണ് ഈ റെയിൽവേ സ്റ്റേഷൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്. നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു ഐ ലവ് MYS ഉണ്ട്, മൈസൂറാണ്, ഐ ലവ് മൈസൂർ. അതിൻ്റെ മണ്ടയ്ക്ക് കയറി ആര് ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് വേണ്ടിയാണ് ആ ഗ്രില്ല് പോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വെൽക്കം ടു മൈസൂർ എന്ന് പറഞ്ഞ മൈസൂർ പാലസിൻ്റെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. എനിക്ക് തോന്നുന്നു ആ അമ്പലം മറ്റേ ചാമരാജ് നഗർ അടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ പടമായിരിക്കും അത്. ഇവിടെ ഡിവിഷണൽ റെയിൽ ഓഫീസാണ്. അതിൻ്റെ മുന്നിലൊരു പഴയ കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു മീറ്റർ ഗേജ് നാരോ ഗേജ് എന്തുവാണ് അതിൻ്റെ ലോക്കോ ആണ് കേട്ടോ, പഴയ ലോക്കോ, കൽക്കരി എഞ്ചിൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ദോശക്കടയുണ്ട് മൈസൂരിൽ, ഒരു വിനായക മൈലാർ നല്ലൊരു ദോശക്കടയുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. അവിടെ പോയി ദോശ കഴിക്കുന്നുണ്ട്. ഇവിടെ ടൗണിലോട്ട് പോകുന്നവർ ഇവിടെ KSRTC വണ്ടികളൊക്കെ കിടക്കുന്നതാണ്. നമ്മുടെ കേരള RTC, ഒരു സ്വിഫ്റ്റ് ബസ് കിടക്കുന്നു, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സാധാ ഒരു ഫാസ്റ്റ് കിടക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇതല്ല, ഇത് പുതിയ കടയാണ്. ഇത് ഓൾഡ് ഒറിജിനൽ വിനായക മൈലാരിയുടെ പുതിയ കടയാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ കട എന്ന് പറയുന്നത് ഇവിടാണ് ശരിക്കും ആ ഒതൻറ്റിക് ദോശയും ഇഡലിയും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കേട്ടത്. ഇതുണ്ട് കുതിരവണ്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ദോശ കഴിക്കാം. ഇതാണ് പഴയ കട.
ഓൾഡ് ഒറിജിനൽ വിനായക മൈലാരി സിൻസ് 1938. ഇപ്പോൾ വലിയ തിരക്കില്ല, വൈകിട്ടാകുമ്പോൾ തിരക്കായിരിക്കും. ഇവിടുത്തെ ഫേമസ് എന്ന് ശരിക്കും ബട്ടർ ദോശയാണ്. അപ്പോൾ ഇവിടെ കുറേ സെലിബ്രിറ്റികൾ കൊണ്ടുണ്ട്. നമ്മുടെ സിനിമാടൻ KGF യാഷൊക്കെ കൊണ്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഫേമസ് ഒരു കടയാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഒറിജിനൽ കട. ഇവർ ആദ്യം പ്ലേറ്റ് കൊണ്ട് തരും. പ്ലേറ്റിനകത്ത് വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവർ മസാല ദോശ കുറേ പേര് പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൊണ്ട് തരും. അവർ ദോശ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ദോശ, കുട്ടി മസാല ദോശ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ ഇട്ടിട്ടുണ്ട്, പിന്നെ മസാലയുണ്ട്. ഇനിയിപ്പോൾ ആ ചേട്ടൻ ഇത് ചമ്മന്തി വേണം, ചമ്മന്തി. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കഴിക്കാൻ. ഇതിനകത്ത് മസാല നമ്മൾ സാധാരണ കടയിൽ പോകുമ്പോൾ കിട്ടുന്ന മസാലയെല്ലാം ഒരു വേറെ ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മൾ ഈ സെറ്റ് ദോശ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കറിയില്ലേ, ആ ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ചെറിയ ദോശയാണ്, പക്ഷേ എന്താ പറയുക, ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കുക. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സർട്ടിഫൈഡ് ബൈ ചൈന ഏഷ്യാസ് ബെസ്റ്റ് ദോശ. ഒമ്പൻ സംഭവമാണ്. 55 രൂപയുടെ ചെറിയ ദോശ, കുറച്ച് കൂടുതൽ ദർശനമുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ അവരൊരു ബ്രാൻഡല്ലേ സംഭവം, എന്തായാലും ഭയങ്കര ഫേമസ് ആണത്. അപ്പോൾ നമുക്കിത് നേരെ ഒരു ചായ കൊടുത്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകാം. നേരത്തെ നമ്മൾ ഡിവിഷണൽ ഓഫീസ് എന്നൊന്നും കണ്ടില്ലേ, അതിൻ്റെ ഫ്രണ്ട് വശമാണ് കണ്ടത്. പക്ഷേ ഇത് സൈഡ് കണ്ടോ, അടിപൊളി. അത് വലിയൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലേ. അങ്ങനെ ബാക്ക് ടു മൈസൂർ ജംഗ്ഷൻ. ഇനി നമുക്ക് തൂത്തുക്കുടി എക്സ്പ്രസ്സിൽ കയറണം. തൂത്തുക്കുടി എക്സ്പ്രസ്, മൈസൂർ തൂത്തുക്കുടി എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. ഇനി കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നതാണ്. ഇത് ചാമരാജ് നഗറിൽ നിന്ന് തിരുപ്പതി പോകുന്നൊരു ഓവർനൈറ്റ് വണ്ടിയാണ്. ഇത് നേരത്തെ പാസഞ്ചർ ആയിരുന്നു. ചാമരാജ് നിന്ന് തിരുപ്പതി വരെ എല്ലായിടത്തും നിർത്തി പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനായിരുന്നു. പിന്നെ അത് കൺവേർട്ട് ചെയ്ത് എക്സ്പ്രസ് ട്രെയിനാക്കി, AC ഒക്കെ ഉള്ള ഫുൾ എക്സ്പ്രസ് ട്രെയിൻ. ഈ വണ്ടിയാണ് ശരിക്കും മൈസൂർ തലകുപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ തലകുപ്പ പോയില്ല, ആ വണ്ടിയാണ് ശരിക്കും. ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. മൈസൂർ തലകുപ്പ, പിന്നെ അങ്ങനെ കുറേ വണ്ടിയായിട്ട് ഇനി റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ തൂത്തുക്കുടി എക്സ്പ്രസ് ഇവിടെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ റേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ കുറേ ട്രെയിൻ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കും മൈസൂറിൻ്റെ ഒരു യാർഡെന്ന് പറയുന്നത്. അവരുടെ കോച്ചിൻ്റെ പോലെ ട്രെയിൻസൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്നത്, വാഷ് ചെയ്യുന്നതൊക്കെ കണ്ട് ഈ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് അവർ റേക്ക് കൊണ്ടുവന്നിട്ട് ഇനി പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ കയറ്റണം. അത് കുറച്ച് ടൈം എടുക്കും. സമയം 6 മണിയായി. ഇപ്പോഴാണ് അവർ റേക്ക് കൊണ്ടുവരുന്നത്. ഭയങ്കര താമസം ഇവിടെ. ഇതിൻ്റെ പുറകിൽ എങ്ങാണ്ട് ലിഫ്റ്റ് അടിച്ച് പോകുന്ന ഐറ്റം കേട്ടോ ഈ ഒരു കോച്ച്. ഇതാണ് ശരിക്കും ട്രെയിന്. മൈസൂരു തുട്ടിക്കോറിൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ്, ശരിക്കും തൂത്തുക്കുടി എന്നാണ് പറയുന്നത്. മൈസൂരു തൂത്തുക്കുടി. ഞാൻ സ്ലീപ്പറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ജനറൽ പോലെ തോന്നുന്നു. എല്ലാവരും കൂടി ഇടിച്ചു കുത്തി കയറുന്നു. ഇത് എന്താണിത്, ദൈവമേ കൊള്ളാം. ഇത് ആൾക്കാർ ജനറലാണ് ഉദ്ദേശിച്ച് കയറുകയാണ്. എൻ്റെ ദൈവമേ, എനിക്കറിയില്ല, എൻ്റെ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഒരു സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് എല്ലാം കൂടെ മിക്കവാറും ബാംഗ്ലൂർക്കായിരിക്കും. ഇത് എന്നെ കാണാൻ വന്നതാണ് നമ്മുടെ KRBയിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ അഭിഷേക് ബ്രോ ആണ്. പുള്ളി മൈസൂരാണ്. നാട്ടിലെവിടെ, കൊച്ചുവേളി എവിടെ, ട്രിവാൻഡ്രം. അപ്പോൾ പുള്ളി വരുന്നൊന്നുമില്ല, പുള്ളി എൻ്റെ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. ഇതെന്താ അവസ്ഥയല്ലേ. ഈ വണ്ടി എപ്പോഴും ഇങ്ങനെയാണോ? ഹോളിഡേ അതിൻ്റെ അന്ന് തോന്നുന്നത് കേട്ടോ. എൻ്റെ ദൈവം, എന്തായാലും കൊള്ളാം. 6:25 ആവാറായി. നമ്മുടെ വണ്ടി ഇവിടെ മൈസൂരിനടുത്ത്. ഇത് പക്ക ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് പോലെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇത്ര ആൾക്കാരെ നോക്കി, ഇതെല്ലാം ബാംഗ്ലൂർ വരെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. എന്താ അല്ലേ ഇത്, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സ്ലീപ്പറിൽ ബുക്ക് ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. നോക്ക്, എന്ത് കഷ്ടമല്ല നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. ഏതോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, കുറേ സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക്. ശരിക്കും ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ സ്ലീപ്പറിൽ പൈസ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ റൂട്ടിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ്, ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ രാത്രിയായി, അതുകൊണ്ട് എനിക്ക് കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റാത്ത. മാണ്ഡ്യ എന്നാണ് അവിടെ ഈ സ്റ്റേഷന് പേര്, മാണ്ഡ്യ. ഇവിടെ എനിക്ക് ലൈറ്റ് പോലും കിട്ടത്തില്ല, അതേപോലെ മറന്ന് നിൽക്കുവാണ് ആൾക്കാർ. നോക്ക് എന്താ അല്ലേ. സ്ലീപ്പറിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ AC ആൾക്കാർ കയറിയിട്ടുണ്ടാവും. എന്താ പറയാ, ജനറലിലും ഇതിനപ്പുറമായിരിക്കും. മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതിൽ സ്റ്റോപ്പ് കുറവുള്ള വണ്ടി നോക്കിയാലേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ.
ഇതിപ്പോൾ ഈ വണ്ടിക്ക് ഇഷ്ടംപോലെ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടാവും. കെങ്കേരി എത്തിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി. എനിക്ക് തോന്നി ഈ വണ്ടി കണ്ടാലേ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള അവസാന വണ്ടിയാന്ന് തോന്നുന്നു പറയുന്ന കേട്ടാൽ. ഇതിൻ്റെ ബാക്കിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് വേറെയും. എന്നിട്ട് ഈ വണ്ടിയിൽ എന്താണെന്ന് എത്രയ്ക്ക് ആൾക്കാർക്ക് അറിയാൻ പാടില്ല. KSR ബംഗളൂരു എത്തി. ഈ വണ്ടി ഇപ്പം ഫുള്ള് കാലിയാവുന്നു വയ്ക്കുക. ഇതെല്ലാം ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരാണ് മൈസൂരിൽ നിന്ന് കയറിയത്. ഒന്നും പറയാണ്ട് ഇതുപോലത്തെ ഒരു വെറുപ്പിച്ച ഒരു ട്രെയിന്, അതിന് എന്താ ആൾക്കാരല്ലേ. നമ്മളൊക്കെ സ്ലീപ്പർ എടുക്കുന്ന ശരിക്കും എന്തിനാണ്. ഹാസറിന് ഇങ്ങോട്ടേക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു യാത്ര വേണ്ടിയിട്ട് അടുത്ത ദിവസം വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ഞാൻ കവർ ചെയ്യാത്ത റൂട്ടിലാണ് ഇന്ന് കവർ ചെയ്ത്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്. അപ്പോഴേക്കും ബൈ.